ഹായ് എല്ലാവർക്കും എസ്.സി.ആർ.ടി സമഗ്രയിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസത്തെ പ്രധാന കറന്റ് അഫയേഴ്സ് വായിക്കുന്നത്. ആഗോള കുടുംബദിനമാണ് ജനുവരി 1. ജനുവരി 1 ആഗോള കുടുംബദിനം. പുതുവർഷത്തെ ആദ്യം വരവേറ്റത് പസഫിക് ദ്വീപരാജ്യമായ കിരിബാത്തി ദ്വീപാണ് പുതുവർഷത്തെ ആദ്യം വരവേറ്റത്. യൂറോയെ ഔദ്യോഗിക കറൻസിയായിട്ട് പ്രഖ്യാപിച്ച 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. യൂറോയെ ഔദ്യോഗിക കറൻസിയായി പ്രഖ്യാപിച്ച 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. ബൾഗേറിയയിലെ കറൻസിയാണ് ലവ്. ബൾഗേറിയയിലെ കറൻസിയാണ് ലവ്. സംസ്കൃത പണ്ഡിതനും കവിയുമായ ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹയായത് പി.കെ. മേദിനി. സംസ്കൃത പണ്ഡിതനും കവിയുമായ ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹയായത് പി.കെ. മേദിനിയാണ്. ലോകത്ത് ആദ്യമായിട്ട് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗമാണ് ആമസോണിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ. ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്. ലോകത്തിൽ ആദ്യമായിട്ട് നിയമപരമായ അവകാശങ്ങൾ ലഭ്യമാകുന്ന ആദ്യ പ്രാണിവർഗം ഏതാണ്? അത് ആമസോണിലെ കൊമ്പില്ലാത്ത തേനീച്ചകളാണ്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 2026 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയാണ്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 2026 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് വേദിയാണ് ചാലിശ്ശേരി, പാലക്കാട്. ഗോവയിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയാണ് അടൽ. ഗോവയിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയുടെ പേരാണ് അടൽ. നിലവിൽ ഗോവയിലെ ജില്ലകളുടെ എണ്ണമാണ് 2 ജില്ലകളാണ് നിലവിലുള്ളത്. ഗിനിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തത് മമാഡി ഡോംബുയ. മമാഡി ഡോംബുയ എന്നത് ഗിനിയയിലെ പ്രസിഡന്റാണ്. ഗിനിയയിലെ ന്യൂ പ്രസിഡന്റ് ആരാണ്? മമാഡി ഡോംബുയയാണ്. ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സ് ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര സിയാൾ. മീര സിയാളാണ് ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിലെ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര സിയാൾ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരെന്താണ്? അത് സമുദ്രപ്രതാപ്. ജനുവരി 1 ആഗോള കുടുംബദിനമാണ്. പുതുവർഷത്തെ ആദ്യമായിട്ട് വരവേറ്റത് പസഫിക് ദ്വീപരാജ്യമായ കിരിബാതി ദ്വീപാണ്. യൂറോയെ ഔദ്യോഗിക കറൻസിയായിട്ട് പ്രഖ്യാപിച്ച 21ാമത്തെ രാജ്യമാണെങ്കിൽ അത് ബൾഗേറിയയാണ്. ബൾഗേറിയയുടെ കറൻസിയാണ് ലവ് കേട്ടോ. ബൾഗേറിയയിലെ കറൻസി ഏതേതോ ലവ് ആണ്. സംസ്കൃത പണ്ഡിതനും കവിയുമായ ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹയായത് പി.കെ. മേദിനി. പി.കെ. മേദിനിയാണ് ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരത്തിന് അർഹയായവരാണ് പി.കെ. മേദിനി. ലോകത്ത് ആദ്യമായിട്ട് നിയമപരമായ അവകാശങ്ങൾ ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രാണിവർഗമാണ് ആമസോണിലെ കൊമ്പില്ലാത്ത തേനീച്ചകളാണ്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 2026 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് വേദിയാവുന്നത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയാണ്. ഗോവയിൽ നിലവിൽ വരുന്ന പുതിയ ജില്ലയാണ് അടൽ. നിലവിൽ ഗോവയിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? അത് 2 എണ്ണമാണ് നിലവിലുള്ളത്. ഗിനിയയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മമാഡി ഡോംബുയയാണ് ഗിനിയയുടെ പുതിയ പ്രസിഡന്റ്. ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിലെ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര സിയാൾ. ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിലെ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയുടെ പേരെന്താണ്? മീര സിയാൾ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരെന്താണ്? സമുദ്രപ്രതാപ്. ജനുവരി 2 മന്നൻ ജയന്തി ട്ടോ. മന്നൻ ജയന്തി എന്നാണ് ജനുവരി 2. മന്നത്ത് പത്മനാഭന്റെ എത്രാമത് ജയന്തിയാണ് 2026 ജനുവരി 2 ആഘോഷിച്ചത്? 149ാമത് ജയന്തി ട്ടോ. മന്നൻ ജയന്തി എത്രാമത്താണ്? 149ാമത് ജന്മദിനമാണ്. മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമാണ് 2026 ജനുവരി 2 ആഘോഷിച്ചത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻസൻ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻസൻ ആണ്. ന്യൂയോർക്ക് നഗരത്തിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മുസ്ലിം മേയറാണ് സൊഹ്റാൻ മംദാനി. ന്യൂയോർക്ക് നഗരത്തിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മുസ്ലിം മേയറാണ് സൊഹ്റാൻ മംദാനി. ന്യൂയോർക്കിന്റെ 112ാമത് മേയറായിട്ടാണ് ചുമതലയേറ്റത്. 112ാമത് മേയറാണ് സൊഹ്റാൻ മംദാനി. ആദ്യത്തെ ന്യൂയോർക്ക് നഗരത്തിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മുസ്ലിം മേയറാണ് സൊഹ്റാൻ മംദാനി. ഡ്രൈവർമാരിലെ ഉറക്കക്ഷീണം മുൻകൂട്ടി കണ്ടെത്തുന്നതിനു വേണ്ടി റോഡ് ആക്സിഡന്റ് കുറക്കാനുള്ള സംവിധാനം എഐയുടെ സഹായത്തോടെ വികസിപ്പിച്ചതിന് പാറ്റന്റ് ലഭിച്ച യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയാണ്? അത് എം.ജി. യൂണിവേഴ്സിറ്റി ട്ടോ. മഹാത്മാഗാന്ധി സർവകലാശാലക്കാണ് പാറ്റന്റ് ലഭിച്ചത്. ഡ്രൈവർമാരിലെ ഉറക്കക്ഷീണം മുൻകൂട്ടി കണ്ടെത്തുന്നത് വഴി റോഡ് അപകടങ്ങൾ കുറക്കുന്നതിനുള്ള സംവിധാനം എഐയുടെ സഹായത്തോടെ വികസിപ്പിച്ചതിന് പാറ്റന്റ് ലഭിച്ച യൂണിവേഴ്സിറ്റിയാണ് എം.ജി. യൂണിവേഴ്സിറ്റി. പാറ്റന്റ് ലഭിച്ച കണ്ടുപിടുത്തമാണ് എയർ ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ സിസ്റ്റം. ഗോവയിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ ജില്ലയാണ് കുശാവതി ട്ടോ. കുശാവതി ആദ്യം പ്രഖ്യാപിച്ചത് അടലാണ്. പുതിയ ജില്ലയാണ് കുശാവതി. കുശാവതി നദി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഗോവയിലെ നദിയാണ് കുശാവതി നദി ട്ടോ. കുശാവതി ജില്ലയുടെ ആസ്ഥാനമാണ് കേപ്പമാണ്. കുശാവതി ജില്ലയുടെ ആസ്ഥാനം കേപ്പമാണ്.
നിലവിലുള്ള ജില്ലകളാണ് സൗത്ത് ഗോവ, നോർത്ത് ഗോവ ട്ടോ. ഏതൊക്കെ നിലവിലുള്ള ജില്ലകള്? സൗത്ത് ഗോവ, നോർത്ത് ഗോവ, പിന്നെ കുശാവതി. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ടാണ് ഹൗറ ടു കാമാഖ്യ. ഹൗറ ടു കാമാഖ്യയാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ പദ്ധതി. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ പദ്ധതി. ഇന്ത്യയിലെ മെഗ്ലെറ്റ്സ് ഗോബി മത്സ്യത്തെ കണ്ടെത്തിയത് ആര്യപ്പള്ളി ഒഡീഷയിലാണ്. ഇന്ത്യയില് മെഗ്ലെറ്റ്സ് ഗോബി മത്സ്യത്തെ കണ്ടെത്തിയത് ആര്യപ്പള്ളി ഒഡീഷയിലാണ്. ഇന്ത്യയില് മെഗ്ലെറ്റ്സ് ഗോബി മത്സ്യത്തെ കണ്ടെത്തിയത്. വിവാഹിതയായ സ്ത്രീയുടെ ഗർഭചിത്രത്തിന് ഭർത്താവിന്റെ സമ്മതം നിർബന്ധമല്ലെന്നും സ്ത്രീയുടെ സ്വന്തം തയ്യാറെടുപ്പും സമ്മതവുമാണ് നിർണായകമെന്നും പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. വിവാഹിതയായ സ്ത്രീയുടെ ഗർഭചിത്രത്തിന് ഭർത്താവിന്റെ സമ്മതം നിർബന്ധമല്ലെന്നും സ്ത്രീയുടെ സ്വന്തം തയ്യാറെടുപ്പും സമ്മതവുമാണ് നിർണായകമെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. വ്യോമസേനയുടെ ഉപമേധാവിയെ ചുമതലയേറ്റത് എയർ മാർഷൽ നാഗേഷ് കപൂറാണ്. വ്യോമസേന ഉപമേധാവി ആരാണ്? എയർ മാർഷൽ നാഗേഷ് കപൂറാണ് വ്യോമസേനയുടെ ഉപമേധാവി. എക്സ്പ്ലോറേഷൻ ഗ്രാൻഡ് സ്ലാം പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. എക്സ്പ്ലോറേഴ്സ് ഗ്രാൻഡ് സ്ലാം പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. ദക്ഷിണ ധ്രുവത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയതോടുകൂടിയാണ് റെക്കോർഡ് സ്വന്തമായത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുന്നതും ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലേക്ക് സ്കീയിങ് നടത്തുന്നതും എന്നതിനെയാണ് എക്സ്പ്ലോറേഷൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുന്നതും ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലേക്ക് സ്കീയിങ് നടത്തുന്നതിനെയാണ് എക്സ്പ്ലോറേഴ്സ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. എക്സ്പ്ലോറേഴ്സ് ഗ്രാൻഡ് സ്ലാം പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടറായി നിയമിതനായ മലയാളിയാണ് ശ്രീകുമാർ ജി പിള്ള. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടറായി നിയമിതനായ മലയാളിയാണ് ശ്രീകുമാർ ജി പിള്ളയാണ്. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായത് അഞ്ജന മേനോനാണ്. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായത് അഞ്ജന മേനോൻ. കൃതി റോസമ്മാസ് ബോയ്. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായത് അഞ്ജന മേനോനാണ്. കൃതി റോസമ്മാസ് ബോയ് ആണ്. അപൂർവ ധാതു ശേഖരത്തില് റയർ എർത്ത് റിസർവേഴ്സില് ആഗോളതലത്തിൽ 3ാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയാണ്. 1ാം സ്ഥാനം ചൈനയാണ്. 2ാം സ്ഥാനം ബ്രസീൽ. അപൂർവ ധാതു ശേഖരത്തിൽ റയർ എർത്ത് റിസർവ്സില് ആഗോളതലത്തിൽ 3ാം സ്ഥാനത്തെത്തിയ 1ാം സ്ഥാനം ചൈന, 2ാം സ്ഥാനം ബ്രസീല്, 3ാം സ്ഥാനം ഇന്ത്യ. മാക് 6 വേഗതയുള്ള YJ-20 അഥവാ ഈഗിൾ സ്ട്രൈക്ക് 20 എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈൽ വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. മാക് 6 വേഗതയുള്ള YJ-20 അഥവാ ഈഗിൾ സ്ട്രൈക്ക് 20 എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അത് ചൈനയാണ്. അടുത്തിടെ അന്തരിച്ച 8 തവണ ഗ്രാമി അവാർഡിനുള്ള നാമനിർദ്ദേശം ലഭിച്ച സുവിശേഷ ഗായകനും റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുമായ വ്യക്തിയാണ് റിച്ചാർഡ് സ്മാൾവുഡ്. അടുത്തിടെ അന്തരിച്ച 8 തവണ ഗ്രാമി അവാർഡിനുള്ള നാമനിർദ്ദേശം ലഭിച്ച സുവിശേഷ ഗായകനും റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുമായ വ്യക്തിയാണ് റിച്ചാർഡ് സ്മാൾവുഡ്. ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജിയുമായിട്ട് ധാരണയിലെത്തിയ പൊതുമേഖലാ സ്ഥാപനമാണ് NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജിയുമായി ധാരണയിലെത്തിയ പൊതുമേഖലാ സ്ഥാപനമാണ് NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഇന്ത്യക്ക് ആണവ സാങ്കേതികവിദ്യ നൽകുന്നതിനുള്ള ലൈസൻസ് അമേരിക്കൻ ആണവോർജ്ജ വകുപ്പിൽ നിന്ന് നേടിയിട്ടുള്ള 2ാമത്തെ US കമ്പനിയാണ് ക്ലീൻ കോർ തോറിയം എനർജി. മന്നൻ ജയന്തി എന്നാണ്. ജനുവരി 2 മന്നൻ ജയന്തി. മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജയന്തിയാണ് 2026 ആഘോഷിച്ചത്? 149ാമത് ജയന്തിയാണ് 2026 ആഘോഷിച്ചത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ന്യൂയോർക്ക് നഗരത്തിന്റെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മുസ്ലിം മേയറാണ് സൊഹ്റാൻ മംദാനിയാണ്. ന്യൂയോർക്ക് നഗരത്തിന്റെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മുസ്ലിം മേയർ. ന്യൂയോർക്കിന്റെ 112ാമത് മേയറായിട്ടാണ് ചുമതലയേറ്റത്. ഡ്രൈവർമാരിലെ ഉറക്കക്ഷീണം മുൻകൂട്ടി കണ്ടെത്തുന്നത് വഴി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനം AI സഹായത്തോടെ വികസിപ്പിച്ചതിന് പാറ്റന്റ് ലഭിച്ച യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റിയാണ്. പാറ്റന്റ് ലഭിച്ച കണ്ടുപിടുത്തത്തിന്റെ പേരാണ് ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ സിസ്റ്റം. ഗോവയിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ ജില്ലയാണ് കുശാവതി. കുശാവതി നദി സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. കുശാവതി ജില്ലയുടെ ആസ്ഥാനമാണ് കേപ്പമാണ്.
നിലവിലുള്ള ജില്ലകൾ സൗത്ത് ഗോവ, നോർത്ത് ഗോവ, കുശാവതിയാണ്. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ടാണ് കൊൽക്കത്ത ടു ഗുവാഹത്തി. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് കൊൽക്കത്ത ടു ഗുവാഹത്തിയാണ്. അതിന്റെ റൂട്ട് മാറ്റിയിട്ടുണ്ട്. ഹൗറ ടു കാമാക്കിയാണ്. ഇപ്പഴ് ഹൗറ ടു കാമാക്കിയാണ് റൂട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ പദ്ധതി. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കനൽ പദ്ധതി. ഇന്ത്യയിലെ മെഗ്ലൈറ്റ്സ് ഗോബി മത്സ്യത്തെ കണ്ടെത്തിയത് എവിടെയാണ്? അത് ഒഡീഷയിലെ ആര്യപ്പള്ളിയിലാണ്. ഇന്ത്യയിലെ മെഗ്ലൈറ്റ്സ് ഗോബി മത്സ്യത്തെ കണ്ടെത്തിയത് ഒഡീഷയിലെ ആര്യപ്പള്ളിയാണ്. വിവാഹിതയായ സ്ത്രീയുടെ ഗർഭചിത്രത്തിന് ഭർത്താവിന്റെ സമ്മതം നിർബന്ധമല്ലെന്നും സ്ത്രീയുടെ സ്വന്തം തയ്യാറെടുപ്പും സമ്മതവുമാണ് നിർണായകമെന്നും പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. വ്യോമസേന ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് എയർ മാർഷൽ നാഗേഷ് കപൂർ. വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ നാഗേഷ് കപൂറാണ്. എക്സ്പ്ലോറേഴ്സ് ഗ്രാൻഡ് സ്ലാം പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. കൽപ്പാക്ക ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ നിയമിതനായ മലയാളിയാണ് ശ്രീകുമാർ ജി പിള്ളയാണ്. കൽപ്പാക്ക ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടറാണ് മലയാളിയാണ് ശ്രീകുമാർ ജി പിള്ള. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായത് അഞ്ജന മേനോനാണ്. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹമായത് അഞ്ജന മേനോനാണ്. കൃതി റോസമ്മാസ് ബോയിയാണ്. അപൂർവ ധാതു ശേഖരണത്തില് ആഗോളതലത്തില് 1ാം സ്ഥാനമുള്ളത് ചൈന, 2ാം സ്ഥാനം ബ്രസീല്, 3ാം സ്ഥാനം ഇന്ത്യ. റയർ എർത്ത് റിസർവ്സില് 1ാം സ്ഥാനം ചൈനയാണ്, 2ാം സ്ഥാനം ബ്രസീല്, 3ാം സ്ഥാനം ഇന്ത്യയാണ്. മാക് 6 വേഗതയുള്ള YJ-20 അഥവാ ഈഗിൾ സ്ട്രൈക്ക് 20 എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈൽ വികസിപ്പിച്ച രാജ്യമാണ് ചൈനയാണ്. അടുത്തിടെ അന്തരിച്ച 8 തവണ ഗ്രാമി അവാർഡിനുള്ള നാമനിർദ്ദേശം ലഭിച്ച സുവിശേഷ ഗായകനും റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുമായ വ്യക്തിയാണ് റിച്ചാർഡ് സ്മാൾവുഡ് ആണ്. ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജിയുമായി ധാരണയിലെത്തിയ പൊതുമേഖലാ സ്ഥാപനമാണ് NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ്. ആണവ റിയാക്ടറുകളിൽ യുറേനിയത്തിന് പകരം തോറിയം ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജിയുമായി ധാരണയിലെത്തിയ പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ NTPC ആണ്. ഓക്കെ, താങ്ക് യു.